മുജീബ് റഹ്മാൻ, ഇത് ജമാഅത്തെ ഇസ്ലാമിയും സോളിഡാരിറ്റിയും SIOയും മാത്രമല്ല ഈ സമരരംഗത്തുള്ളത്, നിങ്ങൾ ഉൾപ്പെടുന്ന ആളുകളും ഈ സമരരംഗത്തുള്ളതാണ്. വലിയ പ്രതിഷേധമാണല്ലോ രാജ്യവ്യാപകമായി നടക്കാൻ പോകുന്നത്. അത് പലയിടങ്ങളിലും ആയിക്കഴിഞ്ഞു. കേരളത്തിലും അതിനുള്ള ഒരു കൂട്ടായ്മകൾ, അതിനുള്ള പല കൂട്ടായ്മകളും രൂപീകരിച്ചു വരികയാണ്. വഖഫ് സംരക്ഷണ സമിതി ആ കൂട്ടായ്മയിലെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണല്ലോ. ഇപ്പോൾ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ സംഘടനകൾ നടത്തിയിരിക്കുന്ന ഈ പ്രതിഷേധം, കരിപ്പൂരിൽ നടത്തിയിരിക്കുന്ന ഈ പ്രതിഷേധം, ഇതിനോട് താങ്കളുടെ സംഘടനയ്ക്ക് യോജിപ്പുണ്ടോ? കേന്ദ്ര ഗവൺമെന്റ് പാർലമെന്റിൽ ചർച്ച ചെയ്യുകയും അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം രാജ്യസഭ ചർച്ച ചെയ്യുകയും ചെയ്ത ഗവർണർ ഒപ്പിട്ട രാഷ്ട്രപതി ഒപ്പിട്ട നിയമമായിട്ടുള്ള വഖഫ് നിയമം, ആ വഖഫ് നിയമം രാജ്യത്തെ ന്യൂനപക്ഷ വിഭാഗമായ മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിം സമുദായത്തിന്റെ മുൻഗാമികൾ അവരുടെ അധ്വാനത്തിന്റെ വിയർപ്പിന്റെ അംശം അവരുടെ മക്കൾക്ക് ഭാവിയിൽ കൊടുക്കപ്പെടേണ്ട ആ സമ്പത്ത് ഈ സമൂഹത്തിനും സമുദായത്തിനും ഇവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും വേണ്ടിയൊക്കെ വഖഫ് ചെയ്യപ്പെട്ടിട്ടുള്ള ഭൂമി അന്യാധീനപ്പെട്ടു പോകുന്ന രീതിയിൽ മുസ്ലിം സമുദായത്തിന്റെ അസ്തിത്വവും വ്യക്തിത്വവും എല്ലാം നഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു നിയമം ഗവൺമെന്റ് നടപ്പിലാക്കിയിട്ടുണ്ട് എങ്കിൽ അത് രാജ്യത്തെ ഭരണഘടനയ്ക്കെതിരാണ് എന്നുള്ള കൃത്യമായ ബോധ്യം ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികൾക്കുണ്ട്. ആ ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ടുള്ള അത്തരത്തിലുള്ള കരിനിയമങ്ങൾ, അത്തരത്തിലുള്ള ജനാധിപത്യ വിരുദ്ധ നിയമങ്ങൾ, ഭരണഘടനാ വിരുദ്ധ നിയമങ്ങൾ ഗവൺമെന്റുകൾ പാസ്സാക്കപ്പെടുമ്പോൾ അതിനെതിരെ പ്രതിഷേധിക്കേണ്ടത് ഏത് മതേതര വിശ്വാസിയുടെയും ബാധ്യതയാണ്. അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് മുസ്ലിം സമുദായത്തെയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ മുസ്ലിം സമുദായം ജനാധിപത്യ രീതിയിൽ ആ വിഷയങ്ങളെ പ്രതികരിക്കുന്നുണ്ട്, പ്രതിഷേധിച്ചിട്ടുണ്ട്. രാജ്യത്തങ്ങോളം ഇങ്ങോളം അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രകടനങ്ങളും റാലികളും സമ്മേളനങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. കേരളത്തിൽ നടന്ന ഒരു സമ്മേളനത്തിന്റെ വിഷയം സൂചിപ്പിച്ചുകൊണ്ട് ആ സമരങ്ങളെയൊക്കെ സമൂഹത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഇത്തരത്തിലുള്ള ചർച്ചകൾ നടത്തുന്നത് ശരിയല്ല. ഈ ചർച്ചയിൽ എനിക്കൊരു അഭിപ്രായം പറയാനുള്ളത്, അവിടെ പ്രകടനം നടത്തിയത്, കോഴിക്കോട് കരിപ്പൂർ എയർപോർട്ടിലേക്ക് മാർച്ച് നടത്തിയത് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിലുള്ള, അതേപോലെ തന്നെ അവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനമായ വെൽഫെയർ പാർട്ടി ഉൾപ്പെടെയുള്ള SIO ഉൾപ്പെടെയുള്ള ആ രാഷ്ട്രീയ സംവിധാനമാണ്, മത സംഘടനയാണ്. അതിന്റെ ഒരു പ്രതിനിധിയെ കൂടി ഈ ചർച്ചയിൽ പങ്കെടുപ്പിച്ചുകൊണ്ട് അവർക്ക് പറയാനുള്ളത് കൂടി പറയാനുള്ള ഒരു അവസരം ന്യൂസ് 18 സൃഷ്ടിക്കേണ്ടതായിരുന്നു എന്ന് ഞാൻ അഭിപ്രായപ്പെടുകയാണ്. ഞാൻ അതിന് വിശദീകരണം തരാം. അവരെ വിളിച്ചിരുന്നു, സോളിഡാരിറ്റിയെ വിളിച്ചിരുന്നു. സോളിഡാരിറ്റിയുടെ ബന്ധപ്പെട്ട ആളുകൾ, സോളിഡാരിറ്റിയുടെ മീഡിയ കൈകാര്യം ചെയ്യുന്ന ആളെ തന്നെ വിളിച്ചതാണ്. പക്ഷേ അവർക്ക് തിരക്കുള്ളത് കൊണ്ട് വരുന്നില്ല എന്നാണ് അറിയിച്ചത്. അവരുടെ പല നേതാക്കളും ഈ കരിപ്പൂർ ഉപരോധത്തെ തുടർന്ന് ജയിലിലാണ്. അവർക്ക് ജാമ്യം കിട്ടിയിരുന്നു. ഇന്ന് അവർ ജയിലിൽ നിന്ന് ഇറങ്ങും, അവർക്ക് സ്വീകരണം ഒരുക്കാനുണ്ട് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയായിരുന്നു. പിന്നെ SIOയുടെ കാര്യം, അതും പ്രത്യേക ഒരു സംഘടനയാണല്ലോ, ജമാഅത്തെ ഇസ്ലാമിയുടെ തന്നെ വിദ്യാർത്ഥി സംഘടന, സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ. അവരുടെ മീഡിയ കൈകാര്യം ചെയ്യുന്നയാളെയും വിളിച്ചിരുന്നു. അവരും പറഞ്ഞത് സമാനമായ കാര്യം തന്നെയാണ്. അവർ ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുക്കുന്നില്ല എന്നാണ്. ഇനി കോഴിക്കോട് സൗകര്യമില്ലെങ്കിൽ തിരുവനന്തപുരത്തെ ആരെങ്കിലും മതി, ജില്ലാ ഘടകത്തിലെ ആരെങ്കിലും ചർച്ചയ്ക്ക് വരട്ടെ എന്ന് പറഞ്ഞതാണ്. പക്ഷേ അവരും വിസമ്മതിക്കുകയായിരുന്നു. ഇതാണ് അതിനുള്ള ക്ലാരിറ്റി. അവരെ ഉൾപ്പെടുത്തുവാൻ തന്നെ തീരുമാനിച്ചിരുന്നതാണ്. അവർക്ക് വിശദീകരണം നൽകുവാൻ ബുദ്ധിമുട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും. ശരി, ശ്രീ മുജീബ് റഹ്മാൻ. സൂചിപ്പിച്ചതേ ഉള്ളൂ. വഖഫ് വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ സംസാരിച്ച നമ്മുടെ കെനഡി കരിമ്പങ്കാല ഉൾപ്പെടെയുള്ളവർക്ക് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ, അതല്ലെങ്കിൽ ഇത് പാസ്സാക്കപ്പെട്ട ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം, സംഘപരിവാർ സംഘടനകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇത്തരത്തിലുള്ള ചർച്ചക്ക് സാഹചര്യം ഒരുക്കുന്ന വിഷയങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകാതെ ആ വിഷയത്തിലൊക്കെ സൂക്ഷ്മത പാലിക്കേണ്ടതായിരുന്നു നമ്മെ സംബന്ധിച്ചിടത്തോളം. ഇതിനകത്ത് ഈ സമരം പ്രതിഷേധിക്കുവാനുള്ള അവകാശം എല്ലാവർക്കുമുണ്ട്. പക്ഷേ മുസ്ലിം ബ്രദർഹുഡ് പോലെയുള്ള സംഘടനകളുടെ മുഖങ്ങളെ, തീവ്ര ഇസ്ലാമിക് മുഖങ്ങളെ ഈ സമരത്തിന്റെ ഭാഗമാക്കി കൊണ്ടുവരേണ്ട എന്താവശ്യമാണ് ഉള്ളത്? രാജ്യത്ത് നടക്കുന്ന ഒരു പ്രക്ഷോഭത്തിൽ, കേരളത്തിൽ നടക്കുന്ന ഒരു പ്രതിഷേധത്തിൽ എന്തിനാണ് ഇത്തരത്തിലുള്ള മുഖങ്ങളെ അവതരിപ്പിക്കുന്നത്? അതിന്റെ പിന്നിൽ മറ്റൊരു അജണ്ട കൂടി ഉണ്ടാവും. നിങ്ങളുടെ സംഘടന ഇല്ല എങ്കിലും, ജമാഅത്തെ ഇസ്ലാമി ആണെങ്കിൽ പോലും നിങ്ങളും സമരരംഗത്തുള്ള ഒരു സമയത്ത് നിങ്ങളും മറുപടി പറയേണ്ട ഒന്നായി മാറുമല്ലോ അത്. അതങ്ങനെയില്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ കോൺഗ്രസ് ഒരു സമ്മേളനം നടത്തിയാൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും രീതിയിലുള്ള പോരായ്മ കോൺഗ്രസിന്റെ വക്താക്കളാണ് സംസാരിക്കേണ്ടത്. അത് ഏതെങ്കിലും ഒരു മതസംഘടനയുടെ ഭാഗത്തു നിന്നാണുണ്ടെങ്കിൽ ആ മതസംഘടനയുടെ വക്താക്കളാണ് സംസാരിക്കേണ്ടത്. അവിടെ ആ പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ടുള്ളത് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിലാണ്. ജമാഅത്തെ ഇസ്ലാമി അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിശദീകരണങ്ങൾ നൽകും. അതിന്റെ മറവിൽ
അതിന്റെ മറവിൽ ഈ രാജ്യത്ത് ഒരു ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഒരു നിയമം നടപ്പാക്കിയിട്ട് അതിന് ജനാധിപത്യ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ അതിനെയൊക്കെ തീവ്രവാദ ചാപ്പ കുത്താൻ വേണ്ടി ശ്രമിക്കുന്നത് അത് നിർഭാഗ്യകരമാണ്. മാധ്യമങ്ങളാണെങ്കിലും അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള ചർച്ചകളിൽ ഏർപ്പെടുന്നവരാണെങ്കിലും അത് ശരിയായ നടപടിയല്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ശരി, ശ്രീ മുജീബ് റഹ്മാൻ, ശ്രീ പണിക്കർ, ഒരു തീവ്രവാദത്തിന്റെ ചാപ്പ വഖഫ് സമരത്തിന്, വഖഫ് സമരം എന്ന് പറയുമ്പോൾ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള സമരമാണ്, വഖഫ് ഭേദഗതി നിയമം നടപ്പിലാക്കിയതിൽ പ്രതിഷേധിച്ചുള്ള സമരമാണ്. അത് വളരെ ഞാൻ പറയാം, ശ്രീ മുജീബ് റഹ്മാൻ താങ്കളിലേക്ക് വരാം. ശ്രീ